ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് യഥാവിധം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ പുതുവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അറബി മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ റജബ് മാസത്തിലാണ്. റജബ് കഴിഞ്ഞാൽ ഷഅബാനാണ്, ഷഅബാൻ കഴിഞ്ഞാൽ റമളാനാണ്. റമളാനിലേക്ക് ഇനി അടുക്കുവാൻ ഒരുപാട് മാസങ്ങളൊന്നുമില്ല. അഥവാ ജനുവരി മാസത്തിലാണ് നമ്മളുള്ളത്. ഫെബ്രുവരി മാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. റജബും ഷഅബാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാനിൻ്റെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതാണ്. റജബ് മാസവും ഷഅബാൻ മാസവും വളരെ പവിത്രമായി കൊണ്ട് ആ മാസത്തെ പരിചയപ്പെടുത്തി തന്നതായി കൊണ്ടൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും അടങ്ങിയതാണ് മാസം എന്ന് നമ്മൾ പറയാറുള്ളത്. അള്ളാഹുവിൻ്റെ അടുത്ത് 12 മാസങ്ങളാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർളി മിൻഹാ അർബഅത്ത് ഹുറും, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതനുസരിച്ചത് പ്രകാരം 12 ശഹ്റ 12 മാസങ്ങളാകുന്നു. 12 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ജനുവരി മാസം മുതൽ നമ്മൾ ഡിസംബർ മാസത്തെ നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ എണ്ണുമ്പോൾ മുഹറം മുതൽ 12 മാസത്തെ അറബ് മാസത്തെ നമുക്ക് കൃത്യമായി ഓർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. ദുൽഖഅദ കഴിഞ്ഞ് ദുൽഹിജ്ജ മാസം വരെ 12 മാസത്തെ മുഹറം മുതൽ നമുക്ക് എണ്ണുവാൻ സാധിക്കുമോ, നമുക്ക് കാണാതെ അറിയുമോ എന്ന് നമ്മൾ പരിശോധിക്കണം സഹോദരന്മാരെ. 12 മാസമാണ് എന്ന് ഖുർആൻ നമുക്ക് പരിശോധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 12 മാസത്തിൽ അർബഅത്ത് ഹുറും, അവയിൽ 4 വിലക്കപ്പെട്ട മാസമാണ്. എന്ത് വിലക്കപ്പെട്ടത്? യുദ്ധം ചെയ്യുവാൻ പാടില്ല എന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസികും, അതാണ് വക്രതയില്ലാത്ത മതം. അതിനാൽ ആ 4 മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുതേ. സ്വന്തം ദേഹത്തോട് തന്നെ
നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 4 മാസത്തിൽ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഫലാ തളിമു, നിങ്ങൾ നിങ്ങളോട് ഫീഹിന്ന അൻഫുസികും, നിങ്ങളുടെ ദേഹത്തോട്, നിങ്ങളുടെ ശരീരത്തോട്, നിങ്ങളുടെ ദേഹത്തോട് നിങ്ങൾ അക്രമം ചെയ്യുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനത്തിൽ കൂടി മനുഷ്യകുലത്തെ ഓർമ്മപ്പെടുത്തി തരുന്നു. എപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ. ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലും ശ്രേഷ്ഠതയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. ആ ശ്രേഷ്ഠത നൽകിയതിലുള്ള 4 മാസങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതാണ് അർബഅത്ത് ഹുറും എന്ന് ഈ ആയത്തിൽ കൂടി വിശദീകരിച്ചത്. ഏതാണ് അർബഅത്ത് ഹുറും? 4 മാസം ഏതാണ്? ഒന്ന് മുഹറമാണ്, മറ്റൊന്ന് റജബാണ്, മറ്റൊന്ന് ദുൽഖഅദാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്. ഈ 4 മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു. ആ പവിത്രമായ മാസം എന്ന നിലക്ക് റജബ് മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു വിശ്വാസിക്ക് കഴിയണം. ആ മാസത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പവിത്രത അവൻ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാ. എങ്ങനെയാണ് റജബ് മാസത്തിൽ അതിൻ്റെ പവിത്രത അവൻ കാത്തു സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്? വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവയെ ആദരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. ഈ മാസത്തിൽ അല്ലാഹു ആദരിച്ച് പവിത്രമാക്കി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ ആദരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ. അത് എന്തിൻ്റെ ഭാഗമാണ്? അത് വളരെ കൃത്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി വിശദീകരിച്ചു. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചില്ല. 22-ാം അധ്യായത്തിലെ 32-ാം വചനത്തിൽ കൂടി പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലുള്ള തഖ്വയിൽ നിന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറഞ്ഞത് അത് തഖ്വയുടെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചില്ല. അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളെ ആദരിക്കുക അത് തഖ്വയുടെ ഭാഗമാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഒന്നുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഈ മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്നും അല്ലാഹു സത്യവിശ്വാസികളോട് പ്രത്യേകമായി കൊണ്ടുണർത്തി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലു ശആഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്, പവിത്രമായ മാസത്തെയും. പവിത്രമായ മാസം ഏതാണെന്ന് വിശുദ്ധ ഖുർആൻ അർബഅത്ത് ഹുറും എന്ന് വിശദീകരിച്ചു. ആ മാസത്തിൽ നിങ്ങൾ എന്തരുത്? അനാദരവ് കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിൽ 2-ാമത്തെ ആയത്തിൽ കൂടി വിശദീകരിച്ചു. അപ്പൊ നമ്മൾ അന്ന് ആലോചിച്ച് നോക്കൂ, മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയും അത് പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. ഈ പവിത്രമായ മാസത്തിലൂടെ നിലകൊള്ളുന്ന, ജീവിക്കുന്ന അല്ലാഹു നമുക്കതിലൂടെ മുന്നോട്ട് പോകുവാനുള്ള ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക, പരസ്പരം യുദ്ധം ചെയ്യുവാനും പോരടിക്കുവാനും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വിശ്വാസി മാറി നിൽക്കുക എന്നുള്ളതാണ്. അത് വലിയ അപരാധമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്ത് ബഖറ 217-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ചെയ്യുന്നത് വലിയ അപരാധമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് ഈ മാസത്തിൽ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിയും സ്വന്തം ദേഹത്തോട് അക്രമങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രത്യേകം മനുഷ്യകുലത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു തരിക. നിങ്ങൾ സ്വന്തം നഫ്സിനോട് പോലും ഈ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്രമം ചെയ്യുവാൻ പാടില്ല. ഈ 4 മാസത്തിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമുക്ക് സൂചിപ്പിച്ചു തരിക. ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു ഫലാ തുൽമു ഫി അൻഫുസിഹിം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ആ ഒരു ചെറിയ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: അക്രമം, തിന്മ ചെയ്യുക, അക്രമം പ്രവർത്തിക്കുക എന്നുള്ളത് എക്കാലത്തും ഗൗരവമുള്ള 4 മാസത്തിൽ എന്ന് മാത്രമല്ല, ഏത് സമയത്തും ഒരു വിശ്വാസി തിന്മ ചെയ്യുവാൻ പാടില്ല, അക്രമം ചെയ്യുവാൻ പാടില്ല. പ്രത്യേകിച്ച് 4 മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അപ്പൊ അല്ലാഹു പവിത്രമാക്കിയ ഈ 4 മാസത്തിൽ നിങ്ങൾ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അവയല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരവും കൂടുതൽ ശിക്ഷ ലഭിച്ചേക്കാവുന്ന കാര്യവുമായി കൊണ്ടാണ് ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം വിശദീകരിച്ചില്ല. ഇപ്പൊ മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒന്നായിക്കൊണ്ടാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. തിന്മ ഒരു കാലത്തും ചെയ്യുവാൻ പാടില്ല. പക്ഷെ ഈ 4 മാസത്തിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് അതിന് കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളൊക്കെ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച വാജിബുകളും സുന്നത്തുമായ കാര്യങ്ങളിൽ നമ്മൾ ഏറെ കണിശത പാലിക്കണം. ഈ മാസത്തിൽ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ കൂടുതൽ അതിനെ ചെയ്യുവാൻ വേണ്ടി കണിശത കാണിക്കണമെന്നുള്ള, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ കൂടുതൽ ജാഗ്രത കാണിക്കണമെന്നുള്ളതാണ് സഹോദരന്മാരെ ഈ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു പവിത്രമായ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. നമ്മൾ നമ്മളെ സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ. എന്തിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്? ഒരു അരമണിക്കൂർ നേരം ഇരുന്നാൽ വേണ്ട, 20 മിനിറ്റ് ഇരുന്നാൽ സൂറത്തുൽ കഹ്ഫ് നമുക്ക് ഓതി തീർക്കാം. രാവിലെ മുതൽ നമ്മൾ പള്ളിയിലേക്ക് വരുന്നതിനിടയ്ക്ക് മൊബൈൽ ഫോണിൽ എത്ര സമയം നമ്മൾ സമയത്തെ ചിലവഴിച്ചിട്ടുണ്ട്. മറ്റു വിനോദങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. റജബ് മാസത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ആ റജബ് മാസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് വിശദീകരിച്ചിരുന്നത്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പൊ നന്മകളെ ഏറെ മഹത്വമുള്ള കാര്യമായിക്കൊണ്ട് ഈ മാസത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, റജബ് മാസത്തിൽ അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ചു തരാത്ത പല ശ്രേഷ്ഠതകളും അനാചാരങ്ങളും റജബ് മാസത്തിലുണ്ട് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകമായിക്കൊണ്ട്. എന്നാൽ അത്തരത്തിൽ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇസ്ലാമിൽ ഒരു തെളിവും കാണാൻ പറ്റൂല. അത്തരം ഹദീസുകളൊക്കെ കെട്ടിച്ചമക്കപ്പെട്ടതാണ്, ദുർബല ഹദീസുകളാണ് എന്നുള്ളതാണ്. അത് അധിക കാര്യങ്ങളും അനാചാരങ്ങളാണ് എന്നുള്ളതാണ് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ പ്രമുഖ പണ്ഡിതനായ ഇമാം ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ല പറയുന്നുണ്ട്, റജബ് മാസത്തിന് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന നിലയ്ക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. തിന്മകളൊന്നും ചെയ്യാതെ നന്മകളിൽ മുന്നോട്ട് പോകണം. കൂടുതൽ ഫളായിലുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതല്ലാതെ പ്രത്യേകകരമായ ഇന്ന കാര്യങ്ങൾ, ഇന്ന നോമ്പ്, ഇന്ന നമസ്കാരം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായിക്കൊണ്ടുള്ള ഒരു ഹദീസ് വന്നിട്ടില്ല. ഏതൊരു നന്മ ചെയ്യുന്നുവോ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്
ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതും മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇസ്രാഉം മിഅ്റാജും റജബ് മാസത്തിലാണ് സംഭവിച്ചത് എന്നും ആ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രാഉം മിഅ്റാജും റജബിന്റെ 27-ന് പ്രത്യേക നോമ്പും പ്രത്യേക നമസ്കാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കൊണ്ടാടുന്നുണ്ട്. അതിനും ഇസ്ലാമിൽ ഒരു തെളിവുമില്ല എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങൾ കൊണ്ട് അതൊന്നും സ്ഥിരപ്പെട്ടു വന്നതായി ഒരു ഹദീസുമില്ല. റജബിൽ പ്രത്യേകം ഉംറ നിർവഹിക്കുക, ആളുകൾ പ്രത്യേകമായി കൊണ്ട് പാക്കേജുകൾ ഉണ്ടാക്കുക. റജബ് മാസത്തിൽ പ്രത്യേകമായി ഉംറക്ക് പോയാൽ കൂടുതൽ പുണ്യം കിട്ടും. റജബിൽ ഉംറക്ക് പോകാം, അതിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ റജബ് മാസത്തിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ളതല്ല ഇസ്ലാം നമുക്ക് ഉംറയും മറ്റു കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചിട്ടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 1775 ഹദീസിലും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1255 ഹദീസിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വർഷത്തിലെ ഏത് മാസത്തിൽ വേണമെങ്കിലും നമുക്ക് ഉംറ നിർവഹിക്കാം. പക്ഷേ ആ അർത്ഥത്തിൽ റജബിലും നമുക്ക് എന്ത് ചെയ്യാം, ഉംറ നിർവഹിക്കാം. പക്ഷേ റജബ് മാസത്തിൽ പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ച് ഉംറ നിർവഹിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമിൽ എന്തില്ല, ഒരു കാര്യമായിക്കൊണ്ട് ഇസ്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ളതാണ് സ്വലാത്തു റഗായിബ് എന്ന് പറയുന്ന പ്രത്യേക നമസ്കാരം. ആഗ്രഹ സഫലീകരണം എന്നാണ് റഗായിബ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഒരു നമസ്കാരം, അഥവാ ആ മാസത്തിലെ ആദ്യത്തെ ജുമുഅ ദിവസത്തിൽ മഗ്രിബിൻ്റെ ദിവസം മഗ്രിബിനും ഇശായിനും ഇടയ്ക്ക് 12 റക്അത്ത് നമസ്കരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിനും ഇശായിനും ഇടയ്ക്ക് 12 റക്അത്ത് നമസ്കരിച്ചാൽ നിങ്ങൾ ആഗ്രഹം സഫലീകരിക്കുമെന്നുള്ള ഒരു നമസ്കാരം, റഗായിബ് നമസ്കാരം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനും ഇസ്ലാമിൽ യാതൊരു തെളിവില്ല. ആ ഹദീസുകളൊക്കെ കെട്ടിച്ചമക്കപ്പെട്ടതാ. അതിൽ കളവ് പറയുന്നത്, അതിൻ്റെ സനദിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് പോലും മുഫസ്സിറുകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഏകോപിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞതാ. ഇങ്ങനെ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത റജബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ അനാചാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റജബിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് പരമാവധി അവൻ വിട്ടുനിൽക്കുക, നന്മകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സുന്നത്തായിക്കൊണ്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളിലും ആളുകളുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ സ്റ്റാറ്റസ് കാണുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വ ബല്ലിഅ ലനാ റമളാൻ. ഈ ഹദീസും ളഈഫ. ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഹല റജബൻ കാന അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വ ബല്ലിഅ ലനാ റമളാൻ. റജബിൽ പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും അനുഗ്രഹം ചൊരിയണമേ. അല്ലാഹുവേ, നീ റമളാനിൽ ഞങ്ങളെ വന്നെത്തിക്കുകയും ചെയ്യണമേ എന്ന് പറയപ്പെടുന്ന ഹദീസിൽ ഈ ഹദീസിൻ്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചില പ്രാർത്ഥനകളും മറ്റതൊക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ പോലും വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ് എന്നുള്ളതാണ് സഹോദരന്മാരെ സാന്ദർഭികമായി കൊണ്ട് ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റജബ് 27-ന് സുന്നത്തായ നോമ്പുണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകളൊക്കെ, അഥവാ ഇസ്രാഉം മിഅ്റാജും നടന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ അന്ന് സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആളുകൾ, അതിലും അഭിപ്രായ വ്യത്യാസമുള്ള റജബ് 27-ന് ഇസ്രാഉം മിഅ്റാജ് ആഘോഷിക്കലും ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കലും ബിദ്അത്തിൽപ്പെട്ടതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഹിജ്റയ്ക്ക് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം പോലും നിർബന്ധമാക്കിയിട്ടുള്ളത്. മിഅ്റാജ് ഉണ്ടെങ്കിൽ ആ മിഅ്റാജിന്റെ നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച സഹാബാക്കളുണ്ടല്ലോ, ആ സഹാബാക്കളുടെ കൂട്ടത്തിലായിരുന്നല്ലോ ഏറ്റവും ശ്രേഷ്ഠമായിക്കൊണ്ട്
ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് നമുക്ക് കാണിച്ചു തരൂലേ? ഇത്ര ശ്രേഷ്ഠതയുണ്ടെങ്കിൽ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരൂലേ? റജബ് 27 അങ്ങനെ ഒരു നമസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു നോമ്പ് പോലും അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടി പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, റജബ് മാസത്തിലെ നോമ്പിനെ കുറിച്ചും അതിലെ ചില പ്രത്യേക രാത്രികളുടെ നമസ്കാരത്തെ കുറിച്ചും പറയുന്ന എല്ലാ ഹദീസുകളും കള്ളമാണ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ്. അതൊന്നും സ്വീകരിക്കുവാൻ പറ്റുന്ന ഹദീസുകളല്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ തൊട്ടടുത്തുള്ള ആൾ ചിലപ്പോൾ നോമ്പ് വെക്കും. നോമ്പല്ലേ എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും? റജബ് 27 നമ്മൾ നോമ്പ് വെക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ടാകണം എങ്കിലേ അത്തരം കാര്യത്തെ നമുക്ക് തിങ്കളും വ്യാഴം നോമ്പ് നോക്കാം, അയ്യാമുൽ ബീദിൽ നോമ്പ് നോക്കാം. അതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ റജബ് 27 ഇസ്രാഉം മിഅ്റാജും നടന്നതാ എന്ന അർത്ഥത്തിൽ സുന്നത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുമ്പോൾ അത് ബിദ്അത്താണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഇതൊക്കെ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടേറെ അനാചാരങ്ങളാണ്. ഒരു വിശ്വാസി റജബ് മാസത്തിൽ അവൻ ചെയ്യേണ്ട കാര്യം എന്താ? റജബ് മാസത്തിൽ അവൻ ഒരു കൃഷിക്കാരൻ, നമ്മൾ ആലോചിച്ച ഒരു കൃഷിക്കാരൻ, അവൻ കൃഷിക്ക് യോഗ്യമായ മാസമാകുമ്പോൾ അവൻ എന്താ ചെയ്യുക? അതിന് തൊട്ട് മുമ്പുള്ള മാസത്തെ അതിനെന്ത് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെക്കും. ഒരു വിശ്വാസിയും റജബ് മാസത്തിൽ ഒരുങ്ങേണ്ടവനാണ്. അവന് റജബ് കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ വിത്തൊക്കെ അവൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറക്കണം. അതുണ്ടായി കഴിഞ്ഞാലോ ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്യും? അതിനെ എന്ത് ചെയ്യും? വിളവെടുക്കല്ലോ. അത് റമദാൻ മാസത്തിൽ നമ്മൾ വിളവെടുക്കണം. അതാണ് ഈ 3 മാസത്തെ നമ്മൾ വളരെ അന്വർത്ഥമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റജബ് മാസത്തിൽ നമ്മൾ ഒരുങ്ങുക, ശഅബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ കർമ്മങ്ങളിൽ നിരതമാകുക, വിത്തിറക്കണം. നമ്മൾ റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊയ്യണം സഹോദരന്മാരെ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിനൊക്കെ ചില ശ്രേഷ്ഠതകളും പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ശ്രേഷ്ഠതകളും പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം ധരിക്കുന്നവരാണ്. എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം മറയുവാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ഉത്തരം പറയുകയാണെങ്കിൽ നഗ്നത മറയാൻ എന്ന് നമ്മൾ പറയും. അവിടെ ഒരു സ്ത്രീക്കും പുരുഷനും എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ഖുതുബയിൽ പുരുഷന്മാരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നമുക്കറിയാം, പുരുഷൻ്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം അവൻ മറച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നമസ്കാര വേളയിൽ അവന് ഒറ്റ വസ്ത്രം ഇട്ട് നമസ്കരിക്കാൻ പാടില്ല, അഥവാ ഒരു തുണി മാത്രം ഇട്ട് നമസ്കരിക്കുക. അവൻ്റെ കഴുത്തിൽ എന്തെങ്കിലും ഒന്ന് അവന് ഇടണമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നു. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ധരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ മുസ്ലിമിൻ്റെ ഉടുമുണ്ട് കണങ്കാലിൻ്റെ പകുതി വരെയും അതിലും നെരിയാണികൾക്കിടയിലും ആകുന്നതിൽ കുഴപ്പമില്ല. നെരിയാണിക്ക് താഴെ പോകുക എന്നുള്ളത് ഒരു മുസൽമാനെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഭൂഷണമല്ല. ഇത് നമ്മൾ പലപ്പോഴും പല സമയത്തും നമ്മൾ കേട്ടവരാണ്. പക്ഷേ അതിൻ്റെ ഗൗരവം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ കടന്നു വരുന്നില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ അത് നന്നായി മടക്കി വെക്കുക,
എന്നാൽ പള്ളി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാലോ അത് നിലത്തേക്ക് താഴ്ത്തിയിട്ട് പോവുക. സഹോദരന്മാരെ, നമ്മൾ ആരെയാണ് നമ്മൾ സത്യത്തിൽ പറ്റിക്കുന്നത്? നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, നെരിയാണികൾ താഴെ പോകുന്നത് അത് നരകത്തിലാണ് എന്നാണ് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഇമാം അൽബാനി സ്വഹീഹായിക്കൊണ്ടുള്ള ഹദീസിൽ പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ആരെങ്കിലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നരകത്തോടു കൂടി അടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പാൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ തുണിയോ അല്പം ഉയർത്തിയത് കൊണ്ട് നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ നിലവാരമോ ഒരിക്കലും കുറയൂല. ആളുകൾ നമ്മെക്കുറിച്ച് പലതും പറയുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ, അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ദുനിയാവിലെ സ്റ്റാറ്റസും ദുനിയാവിലെ പലതും നമ്മൾ മോഹിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നരകം നമ്മൾ എന്ത് ചെയ്യരുത്? ഏറ്റുവാങ്ങരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒന്നുകൂടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണങ്കാലിൻ്റെ പേശിയുടെ താഴ്ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇതാണ് തുണിയുടെ സ്ഥാനം, ഇതാണ് താങ്കൾക്ക് പോരാ എന്ന് തോന്നുമെങ്കിൽ അല്പം കൂടി താഴ്ത്തിയിടുക, അതും പോരാണ്ട് അല്പം കൂടി. പക്ഷെ നെരിയാണിക്ക് താഴെ എന്ത് ചെയ്യരുത്? പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നെരിയാണിയിൽ വസ്ത്രത്തിന് യാതൊരു അവകാശവുമില്ല എന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു. ഒന്നുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കൊരു ഉപദേശം നൽകിയാലുമെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലുമെന്ന് ചോദിച്ചു വന്നപ്പോൾ, നിന്റെ തുണി ധരിക്കുന്നത് കണങ്കാലിൻ്റെ പകുതി വരെ ഉയർത്തിയ നിലയിലായിരിക്കണം, നെരിയാണിക്ക് താഴെ ഒരിക്കലും ആകരുത്. മുട്ടുമുതൽ പൊക്കിള് വരെ മറയണമെന്ന് പറഞ്ഞു. നിങ്ങൾ നെരിയാണിക്ക് താഴേക്ക് പോകരുത്. പുരുഷന്റെ വസ്ത്രത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മൾ നിന്ന് നമസ്കരിക്കുക, ആ നമസ്കാരം പോലും നമ്മുടെ വസ്ത്രം കൊണ്ട് ബാത്തിലാകുന്നുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ട് നമസ്കരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഗുണ കിട്ടുന്ന കൂട്ടരെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം വലിച്ചയക്കുന്നത് നീ സൂക്ഷിക്കണം, അത് അഹങ്കാരമാണ്. അഹങ്കാരത്തെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസില. ഒന്നുകൂടി ഈ വിഷയത്തെ നമുക്ക് അതിൻ്റെ ആയത്തിൽ മനസ്സിലാക്കാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വയറ്റിന് കുത്ത് കിട്ടി കിടക്കുന്ന സമയമാണ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായിക്കൊണ്ട് ഒരാളിങ്ങനെ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം അല്പം ഒന്ന് താഴ്ന്നിട്ടു, നെരിയാണിക്ക് കുറച്ചൊന്ന് താഴ്ന്നു പോയി. അപ്പോൾ ആ സമയത്ത് പോലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, മരണത്തെ മല്ലിടുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ വസ്ത്രത്തെ നീ അല്പം ഉയർത്തി വെക്കണേ എന്നാണ്. നോക്കൂ നിങ്ങൾ, അത്ര ഗൗരവത്തോടു കൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അബൂ ദർറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ 3 വിഭാഗം ആളുകളെ അള്ളാഹു അന്ത്യദിനത്തിൽ അവരോട് സംസാരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യൂല. 3 വിഭാഗം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കൂല, അവരെ നോക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യുകയില്ല. വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കും. പ്രവാചകൻ ഇത് 3 തവണ, സലാസമറ 3 തവണ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഖാല അബൂദർ ഖാബു വഖസിറു മൻഹും യാ റസൂലുള്ളാഹ്. അബൂദർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവർക്ക് നാശമുണ്ടാകട്ടെ, അവർ പരാജയപ്പെട്ടു പോകട്ടെ. ആരാണ് പ്രവാചകർ? ആ 3 കൂട്ടർ. ആരാണ് 3 കൂട്ടർ? ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൂട്ടത്തിൽ പറഞ്ഞു, വസ്ത്രം വലിച്ചേക്കുന്നവരാണ് അതിൽ ഒന്നാമത്തെ. ഗൗരവത്തോടു കൂടി ആലോചിക്കണേ സഹോദരന്മാരെ.
അത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാക്കളെ, വിദ്യാർത്ഥികളെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യകളൊക്കെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.